നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി ചുമതലയേൽക്കും. സുശീല കർക്കി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി അഖില രവീന്ദ്രനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അഖില, നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് കൂടിയായ ജൻസി പ്രക്ഷോഭകർക്ക് അനുഭാവമുള്ള നേതാവ് കൂടിയാണ് സുശീല കർക്കി. ഇവരുടെ സത്യപ്രതിജ്ഞ എപ്പോഴാണ്? എന്താണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി പറഞ്ഞതുപോലെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ എഴുതാൻ പോകുന്ന ചരിത്രം നേപ്പാളിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സുശീല എത്തുന്നുവെന്നാണ്. സുശീല കർക്കി ഭരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. നേപ്പാൾ പാർലമെന്റ് ഉടൻ തന്നെ പിരിച്ചുവിടും. ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി എത്തും. സുശീല കർക്കി ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇന്ന് 8:30 സത്യപ്രതിജ്ഞ എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുൽമാൻ ഗിസിങ്ങിന്റെയും സുശീലയുടെയും പേരായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. ഇതിൽ ജൻസി വിഭാഗത്തിന് തന്നെ രണ്ടു ചേരിയായി തിരിഞ്ഞ് ഇരുവരെയും പിന്തുണച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ സുശീലയെ തന്നെ തീരുമാനിക്കുകയായിരുന്നു. നേപ്പാളിന്റെ ചരിത്രത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെ രാജ്യം കാണാൻ പോകുകയാണ്. നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂക്ഷ വിമർശനം നേരിട്ട ഒരു ന്യായാധിപയായിരുന്നു സുശീല. ഇപ്പോൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ആ പദവി വഹിച്ച ഏക വനിത കൂടിയാണ് സുശീല. ഒരു പോലീസ് മേധാവി നിയമന തർക്കത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ആണ് സർക്കാരുമായി ഇവർ ഇടയുന്നത്. അങ്ങനെ 2017 ഏപ്രിൽ 30 മാവോയിസ്റ്റ് സെന്ററും നേപ്പാളി കോൺഗ്രസും സുശീലയെ ഇംപീച്ച്മെന്റ് കൊണ്ടുവരികയാണ് സുശീലക്കെതിരെ. ആ പ്രമേയം പിന്നീട് പിൻവലിച്ചെങ്കിലും പിന്നീട് സുശീല രാജിവെക്കുകയാണ് ഉണ്ടായത്. അവരുടെ പ്രൊഫൈൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ 1972 ബിരുദം നേടുന്നത്. 75 ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടുന്നു. 78 നിയമ പഠനത്തിനായി ത്രിഭുവൻ സർവകലാശാലയിൽ എത്തുകയാണ്. 85 ധരണിയിലെ മഹേന്ദ്ര മൾട്ടിപ്പിൾ ക്യാമ്പസിൽ അസിസ്റ്റന്റ് ടീച്ചറായി ജോലി ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിക്കെതിരെ ഒരു മുഖം എന്നൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിൽ സുശീലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വിധത്തിൽ അവർ പിന്തുണ നേടിയിട്ടുണ്ടായിരുന്നു. 2008 നേപ്പാൾ ബാർ അസോസിയേഷനിൽ മുതിർന്ന അഭിഭാഷകയായി. 2016 ഏപ്രിലിൽ ചീഫ് ജസ്റ്റിസ് കല്യാൺ ശ്രേഷ്ഠ വിരമിച്ചതോടെ ഭരണഘടനാ കൗൺസിൽ കർക്കിയെ ശുപാർശ ചെയ്യുകയും ഉണ്ടായി. 2016 ജൂലൈ 11 കർക്കി ചീഫ് ജസ്റ്റിസായി. അഴിമതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച ന്യായാധിപ എന്ന പേര് നേടിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പദവിയിലേക്ക് അവരെ എത്തിക്കുന്നതും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മകഥാപരമായ ഒരു പുസ്തകം എന്നതും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. സൈനിക മേധാവി അശോക് രാജ് സിഗേലും ചീഫ് ജസ്റ്റിസ് പ്രകാശ് മാൻ സിംഗ് റൌട്ടും CPN മാവോയിസ്റ്റ് സെന്റർ ഇവരുടെ ഉന്നതതല യോഗത്തിനുമൊക്കെ സമരക്കാരുമായുള്ള ചർച്ചകൾക്കും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് ഇപ്പോൾ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്. നേപ്പാളി കോൺഗ്രസ് നേതാവായിരുന്ന ദുർഗ പ്രസാദ് സുബേദിയാണ് ഇവരുടെ പങ്കാളി. എന്തായാലും ഇപ്പോൾ നേപ്പാൾ സംഘർഷഭരിതമായിരുന്നു ഇത്രയും നാൾ, കുറച്ചധികം നാൾ. അതൊന്ന് ശമിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ആ ഭരണകൂടം ഉണ്ടായിരുന്നത്. ഒരു ഭരണകൂടം ഇല്ലാതെ പോയ ഒരു രാജ്യം, അത് അത്രയും താറുമാറായി കിടന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ജൻസികൾ ഭരണപക്ഷത്തിനെതിരെ സമരം ഉന്നയിച്ചു. ആ സമരം അക്രമാസക്തമായിരുന്നു. നിരവധി ജീവനുകൾ പൊലിഞ്ഞു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ സുശീലയെ ഇടക്കാല പ്രധാനമന്ത്രി പദത്തിലേക്ക് അവർ ഉയർത്താൻ പോകുകയാണ്. ഈ പ്രതിഷേധക്കാരുടെ പിന്തുണ സുശീലയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ നേപ്പാൾ പാർലമെന്റ് എന്തായാലും ഇപ്പോൾ പിരിച്ചുവിടാൻ പോവുകയാണ് ഇടക്കാല പ്രധാനമന്ത്രി. ശരി അഖില, നേപ്പാളിൽ പുതുചരിത്രം. ഒരു വനിതാ ഭരണകർത്താവ് എത്തുന്നു നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കർക്കി ചുമതലയേൽക്കും ഇന്ന് തന്നെ എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അഖില രവീന്ദ്രനാണ് വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.